മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള നായക നടന്മാർ കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഏറ്റവും അധികം തിരക്കുള്ള നടൻ ആരാണെന്ന് ചോദിച്ചാൽ അതൊരുപക്ഷെ ഇന്ദ്രൻസ് ആവും. എപ്പോഴും തിരക്ക്, വ്യത്യസ്തത നിറഞ്ഞ കഥാപാത്രങ്ങൾ. എല്ലാറ്റിനുമുപരി ഇന്ദ്രൻസ് എന്ന നടനെ ശ്രദ്ധേയനാക്കുന്നത് താരജാടകൾക്കപ്പുറത്തെ അദ്ദേഹത്തിന്റെ വിനയവും ലാളിത്യവുമാണ്. ഇന്ദ്രൻസിനെ അടുത്തു വീക്ഷിക്കാൻ അവസരം കിട്ടിയവർക്ക് പ്രകടമായ ഈ ശൈലികൾ തിരിച്ചറിയാനാവും. ആദ്യകാലത്ത് ലഭിച്ച ചില കഥാപാത്രങ്ങളുടെ പേരിൽ ഇന്ദ്രൻസിന്റെ ശരീരത്തെ പോലും കളിയാക്കി ചിരിച്ചിരുന്ന മലയാളികളിൽ പലരും പിന്നീടിങ്ങോട്ട് അദ്ദേഹത്തിന് ലഭിച്ച ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ അംഗീകാരത്തിന്റെ നിറവിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പലപ്പോഴും നിലവാരമൊട്ടുമില്ലാത്ത ഭാഷാപ്രയോഗങ്ങളും ആംഗ്യങ്ങളുമായി കോമഡി എന്ന പേരിൽ എന്തൊക്കെയോ അവതരിപ്പിക്കാൻ സംവിധായകർ ഉപയോഗിച്ചിരുന്ന ഇന്ദ്രൻസിനെ പിന്നീട് കണ്ടത് അഭിനയത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ തിളങ്ങുന്ന കഥാപാത്രങ്ങളിലൂടെയാണ്. തിരുവനന്തപുരത്തെ തയ്യൽ തൊഴിലാളിയായിരുന്ന സുരേന്ദ്രൻ സിനിമയിലെത്തി സ്വന്തമായൊരു ഇരിപ്പിടം അധ്വാനിച്ച് നേടി ഇന്ദ്രൻസ് എന്ന നാമധേയത്തിൽ കൂടുതൽ വിനയത്തോടെ പ്രേക്ഷകരുടെ മനസ്സിൽ കുടിയേറുകയായിരുന്നു. ഒന്നിനോടും കലഹിക്കാറില്ലെന്നു മാത്രമല്ല, ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്തു. ജീവിതത്തിലെ പ്രയാസങ്ങളെ തുടർന്ന് 4ാം ക്ലാസ്സിൽ പഠനമുപേക്ഷിക്കേണ്ടി വന്ന ഇന്ദ്രൻസ് ഈ അടുത്ത കാലത്ത് 10 പാസ്സാവാൻ നടത്തിയ ശ്രമങ്ങൾ വലിയ വാർത്തയായിരുന്നു. ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ അഭാവമൊന്നും അദ്ദേഹത്തെ അലട്ടാറില്ലെന്ന് മാത്രമല്ല, മികച്ചൊരു വായനക്കാരൻ കൂടിയാണ്. യാത്രകളിൽ എപ്പോഴും പുസ്തകങ്ങൾ കൂട്ട്, വെറും വായനയല്ല, ഗൗരവത്തോടെയുള്ള വായന. അങ്ങനെ എഴുത്തുകാരുടെ സൗഹൃദവും ഇന്ദ്രൻസിനുണ്ട്. വിശപ്പ് എങ്ങനെയും സഹിക്കാമെന്ന് വെച്ചു. പക്ഷേ പുസ്തകങ്ങളും വസ്ത്രങ്ങളും കിട്ടാക്കനിയായിരുന്നു. പതിയെ തയ്യൽ ജോലിയിലേക്ക് തിരിഞ്ഞു. പിന്നീട് വായനാശീലവും കൈവന്നു. അങ്ങനെയുള്ള വായനയാണ് ജീവിതത്തെക്കുറിച്ച് ഉൾക്കാഴ്ചയുണ്ടാക്കിയതെന്നും ഇന്ദ്രൻസ് ഒരിക്കൽ പറഞ്ഞു. 2018 പുറത്തിറങ്ങിയ ആളൊരുക്കം എന്ന ചിത്രമാണ് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരത്തിന് അർഹനാക്കിയത്. പലവിധമായ അംഗീകാരങ്ങൾ ലഭിച്ച ഘട്ടങ്ങളിൽ പോലും പിന്നോട്ട് വലിയേണ്ടി വന്ന സാഹചര്യമുണ്ടായത് ആവശ്യത്തിന് പഠനം ഇല്ലാത്തതിനാലാണെന്നും അതുകൊണ്ടാണ് 10ാം തരം പരീക്ഷ എഴുതാൻ തയ്യാറാകുന്നതെന്നും ഇന്ദ്രൻസ് വ്യക്തമാക്കിയിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ വാക്കുകൾ. വിശാലമായ ലോകവീക്ഷണവും മനുഷ്യപ്പറ്റും വേണ്ടുവോളമുള്ള നടനാണ് ഇന്ദ്രൻസ് എന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. സിനിമ ആരൊക്കെയോ ചിലർ ഉൾപ്പെടുന്ന മായാലോകമാണെന്നും അവിടെ വിരാജിക്കുന്നവർ താരസമാനമായി സാധാരണക്കാർക്ക് അടുത്തെത്താൻ അപ്രാപ്യരാണെന്നും കരുതുന്ന ഒരു വലിയ സമൂഹമുള്ള നാട്ടിൽ ഇന്ദ്രൻസ് എന്ന പച്ചയായ മനുഷ്യനും നടനും ഒരു മാതൃക തന്നെയാണ്. അതിന് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് തെളിവും.